അതിനേക്കാൾ വലിയ തമാശ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെയാണ്. പ്രതിപക്ഷ നേതാവ് ഇതൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതേ ഉടനെ പ്രസ്താവനയുമായിട്ട് വന്നു. വീണാ വിജയൻ്റെ നാടകത്തിന് പശ്ചാത്തലം ഒരുക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ശശി തരൂരിനോട് വിളിച്ച് ചോദിച്ചിരുന്നുവെങ്കിൽ ശശി തരൂർ പറഞ്ഞു കൊടുത്തേനെ. കാരണം ശശി തരൂർ വിദേശകാര്യ വകുപ്പിലിരുന്ന മന്ത്രിയാണ്. എന്താണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പാലിച്ചിട്ടുള്ള കീഴ്വഴക്കം, എന്താണ് ഈ തരം കാര്യങ്ങളിൽ ഒരു നടപടിക്രമം എന്നുള്ള നിലയിൽ ഇത്രയും കാലം അനുവർത്തിച്ചിട്ടുള്ള സമീപനം, ഇതൊന്നുമില്ലാതെ ഉടനെ ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയ ധാരണ, ആ ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയ ധാരണ ഈ വിഷയത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പ്രതിപക്ഷ നേതാവ് നടത്തരുതായിരുന്നു. നമ്മുടെ ഈ മന്ത്രി സത്യത്തിൽ ചെയ്യേണ്ടത് നമ്മുടെ മെഡിക്കൽ കോളേജ് നേരെയാക്കുക, നമ്മുടെ ആശുപത്രികളിൽ മരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, അവിടെ വരുന്ന ആളുകളെ സെക്യൂരിറ്റിക്കാരനെ അടക്കം ഗുണ്ടകൾ തല്ലിച്ചതക്കുന്ന സാഹചര്യം ഒഴിവാക്കുക. മെഡിക്കൽ കോളേജിൽ എത്ര ദിവസം എത്ര കാലങ്ങളായി എത്ര സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്. വരുന്ന രോഗികൾ അടികൊള്ളുമോ എന്നുള്ള പേടിച്ചിട്ട് പോകേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. സെക്യൂരിറ്റിക്കാരനെ അടക്കം ഗുണ്ടകൾ മർദ്ദിക്കുന്ന സാഹചര്യമാണ്. ഇതൊക്കെ നേരെയാക്കാൻ കഴിവില്ലാത്ത ഒരു മന്ത്രി വിദേശ രാജ്യത്ത് പോയിട്ട് അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകണം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ്. പിന്നെന്താ എല്ലാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി കാത്തുനിന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത് KSRTC സ്റ്റാൻഡല്ലോ, അവിടെ ചെന്നിട്ട് ബസ് വരുമ്പോൾ കയറിപ്പോവാൻ പൊളിറ്റിക്കൽ ക്ലിയറൻസ് വേണം എന്നുള്ളത് മന്ത്രിമാർക്ക് അറിയേണ്ടതാണ്. ആ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടുന്നതിന് മുമ്പേ പെട്ടിയെടുത്തിട്ട് വിമാനത്താവളത്തിൽ പോയി കാത്തിരിക്കാൻ ആരെങ്കിലും പറഞ്ഞോ? KSRTC സ്റ്റാൻഡിൽ കയറിപ്പോകുന്ന ലാഘവത്തോടുകൂടി ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രി വിദേശ രാജ്യത്തേക്ക് പോകാൻ നേരെ പെട്ടിയെടുത്തിട്ട് നെടുമ്പാശ്ശേരി പോയി കാത്തിരുന്നു എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നാടകങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ വിവരക്കേടിന് നരേന്ദ്രമോദിയെ പഴിച്ചിട്ട് കാര്യമില്ല, പകരം കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കുകയാണ് വേണ്ടത്. പിന്നെ ഇങ്ങനെയുള്ള വിമർശനമൊക്കെ ഉന്നയിക്കുന്നത് രാഷ്ട്രീയമായിട്ട് BJPക്ക് ഗുണമാണ്. കാരണം ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. കാരണം അവരൊരു സീറ്റിൽ ജയിച്ചു, ഞങ്ങളൊരു സീറ്റിൽ ജയിച്ചു. അവർ 19 നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിലെത്തി, ഞങ്ങൾ 11 മണ്ഡലങ്ങളിൽ മുന്നിലെത്തി. ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ സ്വാഗതം ചെയ്തു. പക്ഷേ ജനങ്ങൾക്ക് ഈ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയുണ്ട്. ആ വ്യക്തത പിണറായി വിജയനും കൂട്ടുകാർക്കും കൂടി ഉണ്ടാകണം എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.